സ്പ്രേനെ സംബന്ധിച്ച് സ്പ്രേയിൽ ആൽക്കഹോൾ ഉണ്ട് എന്നത് അതിൻ്റെ മേൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ആൽക്കഹോൾ തീർച്ചയായും ഉണ്ട്. ആൽക്കഹോൾ നജീസാണ് എന്നാണ് അതിനെ സംബന്ധിച്ച പഠിച്ച ഉലമാക്കൾ പറയുന്നത്. അപ്പം അത് നജീസാണെന്ന് വരികയാണെങ്കിൽ ആ സാധനം ഉപയോഗിക്കൽ ഹറാമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇനി ഇപ്പോഴാരോ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ സ്പ്രേയിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അത് നജീസല്ലാത്ത വേറെ എന്തോ എന്നാണ്. അല്ലാഹു ആയാലും അതിനെ സംബന്ധിച്ച് അറിയില്ല. ഏതായാലും ആൽക്കഹോൾ നജീസാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പഠിച്ച ഉലമാക്കൾ ഇതുവരെ പറഞ്ഞു കേട്ടത്. അപ്പം അത് നജീസാണെങ്കിൽ അത് ഉപയോഗിക്കൽ ഹറാമാണ്. ആ ഉപയോഗിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയും ഇല്ല. അതാണ് അതിനെ സംബന്ധിച്ചുള്ള മസല. പിന്നെ ഹനഫി മദ്ഹബിൽ ഒരു സാധനം നജീസായ ഈ ഒരു ആൽക്കഹോൾ എന്നത് അത്രയിൽ ചേർന്ന് എന്നിട്ട് ആൽക്കഹോളിൻ്റെ രുചിയുമില്ല, വാസനയുമില്ല, അതിൻ്റെ നിറവും ഒന്നുമില്ലാത്ത നിലയ്ക്ക് ഇസ്തിഹിലാക്കായി മറ്റൊരു സാധനത്തിൽ, അപ്പോൾ അത് ഉപയോഗിക്കാം എന്നാണ് ഹനഫി മദ്ഹബ്. ഏതായാലും നമ്മൾ അബൂ സൽമ ഉസ്താദ് പറഞ്ഞതുപോലെ അതിനൊന്നും പോകാതെ അതിനെ ഒഴിവാക്കുക തന്നെ വേണം. അതിൽ വെറുതെ ചർച്ച ചെയ്തിട്ട് സമയം കളയണ്ട, അത് ഒഴിവാക്കുക തന്നെ വേണം. കാരണം ആൽക്കഹോൾ നജീസാണ് എന്നാണ് അതിനെ സംബന്ധിച്ച്